Good morning, everyone. All right. Thank you so much for joining. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ നമ്മൾ ചെയ്തു അല്ലേ? അപ്പൊ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാണ് ഓരോ ദിവസവും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഓണല്ലോ? വീഡിയോസിൽ വരും. ബി ഹിയർ ഇൻ വീഡിയോ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, വീഡിയോയിൽ വരും കേട്ടോ. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യും? വീഡിയോയിൽ വരിക. ഓക്കെ, ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് പല ആൾക്കാരും വീഡിയോയിൽ വന്നിട്ടുണ്ട്, പക്ഷെ വെളിച്ചമൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ആരെയും കാണുന്നില്ല. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നമ്മളുടെ ലൈഫിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ അറിവുകൾ, പുതിയ നോളജ് നമ്മളിലേക്ക് നൽകുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒത്തുകൂടുന്നു. നിങ്ങളുടെ ലൈഫിലേക്കായിട്ട് പുതിയ പുതിയ അറിവുകൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇന്ന് നമ്മൾ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാം? സ്ലൈഡ് ഷെയർ ചെയ്തിട്ട് കാണിക്കാം. സ്ലൈഡ് നിങ്ങൾ കാണുന്നതിലൂടെ സ്ലൈഡ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ഹൈസൻഹോവർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? ഡിസ്ട്രാക്ഷൻ വേഴ്സസ് ഫോക്കസ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചു. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതും അതേപോലെ ചാർജ് കൾച്ചറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് നമ്മളുടെ ടൈം നല്ല രീതിയിലേക്ക് നമ്മൾ മാനേജ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇറ്റ്സ് കോൾഡ് ബ്ലോക്കിംഗ് യുവർ കലണ്ടർ. നിങ്ങളുടെ കലണ്ടർ അല്ലെങ്കിൽ ബ്ലോക്കിംഗ് യുവർ വീക്ക് എന്നൊക്കെ പറയും. നിങ്ങളുടെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് ടൈം മെത്തേഡ്, അതായത് നിങ്ങളുടെ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. നിങ്ങളൊന്ന് അത് ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം ബ്ലോക്ക് ചെയ്യണം. എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? ഹൗ വിൽ യു ഡു ദാറ്റ്? നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും, അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ശരിക്കും വെച്ചാൽ 3 മാസത്തേക്കാണ് നോർമലി വലിയ രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ, റെഡി ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതായത് ബ്ലോക്ക് യുവർ എൻറ്റയർ വീക്ക് ഡേയ്സ് ആൻഡ് ബ്ലോക്ക് യുവർ ഡേ അവേഴ്സ്. അതായത് ഒരു ദിവസത്തിൽ, ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോക്ക് ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച, മൺഡേ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൺഡേ എന്ന് പറയുമ്പോൾ, തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ആൻഡ് ബ്ലോക്ക് യുവർ ഡേ അവേഴ്സ്. ഓരോ ദിവസത്തിലും 1 മണിക്കൂറാണെന്നുണ്ടെങ്കിലും
അതെന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും. പരമാവധി പ്ലാൻ ചെയ്യാം. അതായത് നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങും, എത്ര മണിക്ക് എണീക്കും, എണീറ്റിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നത്? ഇവിടെയുള്ള പലരും അതിരാവിലെ എണീക്കുന്നവരാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചില ആൾക്കാർ ജസ്റ്റ് അങ്ങ് എണീക്കും, അത്രയാണ്. അതിന് പകരം നമ്മൾ എന്ത് വെച്ചാൽ രാവിലെ എണീക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൂമിൽ ഒരു സ്റ്റഡി ടേബിളിൽ നമ്മൾ ഇരിക്കുക, അന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടി. സോ വാട്ട് ഈസ് യുവർ 1 അവർ? പവർ അവർ എന്ന് പറയുന്ന ഒരു സംഗതി. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ എന്താ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു വീക്ക് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് തന്നെ വീണ്ടും വരാം. അതായത് ഓരോ ദിവസവും എന്തിനായിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൺഡേകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തായിരിക്കും ഉണ്ടാവുക? നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ശനിയാഴ്ചകൾ എന്ന് പറയുന്നത് ടീം മീറ്റിങ്ങിനുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്. മൺഡേയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക? ടീമുമായിട്ട് അല്ലെങ്കിൽ ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, ടീമുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ദിവസം ചൊവ്വാഴ്ചകളിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇനിയിപ്പോൾ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളോ ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യും? തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ചൊവ്വാഴ്ച എന്തായിരിക്കും? ട്യൂസ്ഡേ. അതേപോലെ തന്നെ വെനസ്ഡേ എന്തായിരിക്കും? വെനസ്ഡേ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കോർ ആക്ടിവിറ്റി നടക്കുന്ന ഒരു ദിവസമായിരിക്കണം. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഇന്ന കാര്യം ചെയ്യും, എല്ലാ വ്യാഴാഴ്ചയും ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ചെയ്തിരിക്കും, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇന്ന കാര്യം ചെയ്തു. അപ്പൊ നിങ്ങളുടെ ലൈഫിന് എന്തുണ്ടാകുന്നു? കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുന്നു, കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ആയി മാറുന്നു, അടുക്കും ചിട്ടയും വരുന്നു. മറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചില ദിവസങ്ങൾ ഇല്ലാന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില സംഗതികൾ ഇല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് വെച്ചാലും പലതും നടക്കാതെ വരും. ഇത് ഞാൻ പറയുന്നത് സ്വന്തമായിട്ടൊരു വേറൊരു ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ജോബ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവിടെ ജോലി സ്ഥലത്ത് റൂൾ ഉണ്ടാവും, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ട് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. നിങ്ങളുടേതായിട്ടുള്ള ചില റുട്ടീൻസ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ അല്ലെ, രാവിലെ എണീറ്റിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇന്നത് ചെയ്യായിരിക്കും. പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഫ്രഷ് ആവുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യം ആദ്യത്തെ ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ യു ബ്ലോക്ക് യുവർ അവേഴ്സ്. അത് കഴിഞ്ഞിട്ടോ, ലൈക്ക് യുനോ ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിലും, അതായത് അതേപോലെ ഒരു ആഫ്റ്റർനൂൺ നിങ്ങൾ ജോലിക്ക് കയറിയിട്ടാണെങ്കിലും ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യില്ല. ഞാൻ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു 2 മണിക്കൂർ ജോലിക്ക് പ്രവേശിച്ച ആദ്യത്തെ 2 മണിക്കൂറുകൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഞാൻ ചെയ്തു തീർക്കുന്ന തിരക്കിലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ 12 മണിക്കൂറിൽ തീരണം. ഏറ്റവും ടാസ്ക് നിറഞ്ഞിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി 12 മണിക്കൂറിൽ തീർക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഞാൻ ഇമെയിൽ നോക്കുകയുള്ളൂ, അതിനുശേഷം മാത്രമായിരിക്കും ഞാൻ വാട്സപ്പിൽ മെസ്സേജുകൾ നോക്കുകയുള്ളൂ, അതിനുശേഷം മാത്രമായിരിക്കും ഞാൻ കാര്യങ്ങൾ നോക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ സംഗതികൾക്ക് റിപ്ലൈ നൽകുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുക. സോ വാട്ട് ഹാപ്പൻസ്? വി ബിക്കം മോർ ഫോക്കസ്ഡ്. നമ്മളെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് പോകും. ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ വിഷയം അതാണ്, ഫോക്കസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, ആ സമയത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് നോക്കാം. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ?
ആ ലെവലിലേക്ക് എന്ത് ചോദിച്ചാൽ ബ്ലോക്ക് യുവർ കലണ്ടർ, ബ്ലോക്ക് യുവർ അവേഴ്സ്, ബ്ലോക്ക് യുവർ വീക്ക്. അങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ നിങ്ങൾ അതിനായിട്ട് അലോട്ട് ചെയ്യുമ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യുക. ആൻഡ് ഓൺലി ദ ഷെഡ്യൂൾ തിങ്സ് ഗെറ്റ് ഡൺ കൺസിസ്റ്റന്റ്ലി. തുടർച്ചയായിട്ടൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം നടക്കണമെങ്കിൽ അതിന് ഡേറ്റ് വെച്ച്, സമയം വെച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കണം. ഷെഡ്യൂൾ ചെയ്യപ്പെട്ട സംഗതികൾ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കണമെങ്കിൽ വേണ്ട റൂൾ എന്താണ്? കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ യു മേക്ക് എ ഷെഡ്യൂൾ. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോവുക. ക്ലിയർ ആണോ? ക്രിയേറ്റ് എ ഷെഡ്യൂൾ ആൻഡ് ഫോളോ ദ ഷെഡ്യൂൾ. ദാറ്റ്സ് വാട്ട് വി നീഡ്. അപ്പൊ അവിടെ നമുക്ക് എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ആവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ ഗെറ്റ് തിങ്സ് ഡൺ ബേസ്ഡ് ഓൺ യുവർ കലണ്ടർ. നിങ്ങളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അടുത്തത് എന്താ? റൈറ്റ് ഡൗൺ യുവർ ടു ഡു ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദ വീക്ക് പ്രോജക്ട് പ്ലാൻ. അതായത് നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഈ ഒരാഴ്ച നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ്, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതാണ് നിങ്ങളുടെ പ്രൊജക്ട് പ്ലാൻ. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് തീരേണ്ട ചില ടാസ്കുകളുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ സാധാരണക്കാരാണെങ്കിൽ പോലും നമ്മളുടെ ലൈഫിലും ഒരുപാട് പ്രോജക്റ്റുകൾ പെൻഡിങ് കിടക്കുന്നു. ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ വലിയ 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 കമ്പനികളുടെ വർക്കുകളോ സംഗതികളൊന്നുമില്ല. നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് ടാസ്ക് ഒരു പ്രൊജക്റ്റാണ്. അത് ചിലപ്പോൾ വീട് പണി തീരുന്നതായിരിക്കാം, വീട് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ടാവാം, അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം, എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ ഒരാഴ്ചയിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട പ്ലാൻ എന്താണ്? എന്താണ് നിങ്ങളുടെ ആ പ്ലാൻ? നിങ്ങൾക്ക് എന്താണ് അതിൽ നേടിയെടുക്കുന്നത്? ചിലപ്പോൾ ഒരു 5 പുസ്തകം വായിക്കുന്നതാവാം, അല്ലെങ്കിൽ കോഴ്സ് പഠിക്കുന്നതാവാം, പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ആ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് ആ പ്രൊജക്ട് പ്ലാൻ കംപ്ലീറ്റ് ആവുന്ന രൂപത്തിലേക്ക്, ആ ഒരാഴ്ചയിലെ ടാസ്കുകൾ, ഒരാഴ്ചയിലെ ഗോളുകൾ കംപ്ലീറ്റ് ആവുന്ന രൂപത്തിലേക്ക് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഡെയിലി ഗോൾ ലിസ്റ്റ് തയ്യാറാക്കുക. ഡെയിലി ഗോൾ ലിസ്റ്റ്, ഒരു അച്ചീവ്മെന്റ് ലിസ്റ്റ്, ഒരു ടു ഡു ലിസ്റ്റ്, ഇതെല്ലാം എന്താണ്? ഒന്നാണ്. ഞാൻ പറയുന്നത് 3 വേർഡ്സ് പറഞ്ഞതേ ഉള്ളൂ, ഇതെല്ലാം ഒന്നാണ്. സോ റൈറ്റ് ഡൗൺ യുവർ ടു ഡു ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദ വീക്ക് പ്രോജക്ട് പ്ലാൻ. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. അടുത്തത് എന്താണ്? മേജർ ടാസ്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ 12 PM. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 12 മണിക്കുള്ളിൽ എന്ത് ചെയ്യണം? ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ടാസ്കുകളെല്ലാം ചെയ്തു തീർക്കണം. പ്രധാനപ്പെട്ട ടാസ്ക് വല്ലതും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? 12 മണിക്കുള്ളിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, അതായത് ആർ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ഡി ടൈം എന്ന് പറയും. അതായത് റെസ്പോൺസ് ടൈം ഉണ്ട്, ഡിമാൻഡിങ് ടൈമും ഉണ്ട്. നമ്മൾ ആൾക്കാരോട് എന്താ വെച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ ഒരു ടൈം ഫിക്സ് ചെയ്യണം. ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ടൈമിന് റെസ്പോണ്ട് ചെയ്യരുത്. നമ്മൾ ഫിക്സ് ചെയ്യണം എന്ത്, എപ്പോൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. റെസ്പോണ്ട് ടൈം എപ്പോഴാണ്? നമ്മൾ ഉച്ചയ്ക്ക് ശേഷം. ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് എന്താ വെച്ചാൽ ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു, അവരെപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അത് അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം, എനിക്കൊരു കുറച്ച് പണിയിലാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. സോ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ടൈം ഉണ്ട്, അതാണ് ഡി ടൈം. ഡി ടൈമിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കരുത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന നിങ്ങളുടെ ടൈമുണ്ട്, ആ ടൈമിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. സോ ഫിക്സ് എ റെസ്പോൺസ് ടൈം. അത് എപ്പോഴായിരിക്കും? ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴാണ് അത് ചെയ്തു കൊടുക്കുക? നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത്? നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം എങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് ടൈം ഉണ്ടാവില്ല. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? ഓക്കെ, സോ ഫിക്സ് യുവർ ആർ ടൈം.
നിങ്ങൾ എപ്പോഴായിരിക്കും ആൾക്കാരെ എന്ത് കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും മനസ്സിലാകുന്നുണ്ടോ? എല്ലാം അപ്പോൾ ചെയ്തു കൊടുക്കുന്ന സംഗതികൾ പാടില്ല. ആൾക്കാർ ചോദിക്കുന്നു, യെസ് പറയുന്നു. എന്താ കാരണം? നമുക്ക് നല്ല വ്യക്തിയാവണം, അവരുടെ മുൻപിൽ നല്ല അപ്രീസിയേഷൻ കിട്ടണം. അവരുടെ മുൻപിൽ ഇപ്പൊ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും? നമ്മളെക്കുറിച്ച് മോശം വിചാരിക്കില്ലേ? അങ്ങനെ മോശം വിചാരിക്കും എന്ന് തോന്നുന്നത് എന്താണ്? നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. നമുക്കറിയാം നമ്മൾ നല്ല ആളാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയണം. നമുക്കത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ട്രോമ റെസ്പോൺസ് ആണ്. അതായത് നമുക്ക് നമ്മൾ നല്ല ആളാണോ എന്നുള്ള അല്ലേ എന്നുള്ളതിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ അപ്രൂവൽ നമുക്ക് വേണ്ടത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള സംഗതി വേണ്ടത്. സ്വർണം അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരികളുണ്ട്, നിലപാടുകളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ടാസ്കുകൾ തീർക്കാനുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമ്മുടെ പ്രയോറിറ്റീസിന് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചൊരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നുള്ളതല്ല. എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. മനുഷ്യത്വം വിട്ടുകിട്ടുള്ള കളികളോ സംഗതികളോ വേണമെന്ന്, അല്ലെങ്കിൽ ആ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറണം എന്നുള്ളതല്ല. തീർച്ചയായിട്ടും എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. അതല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡിങ് ടൈമിന് നമ്മൾ നോ പറയണം. അവർ ഡിമാൻഡ് ചെയ്യുന്നപ്പോൾ അതൊന്ന് അയക്കുകയോ, അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യോ, ഇതൊന്ന് ചെക്ക് ചെയ്യോ, അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, നമുക്ക് റെസ്പോണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എത്രയോ മെസ്സേജുകൾ വരുന്നതാണ്. എല്ലാ മെസ്സേജിനും ഞാൻ അപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുമോ? നടക്കൂല. ഞാൻ പറയും, നിങ്ങളതൊരു ഉച്ചയ്ക്ക് ശേഷം വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ഈവനിങ്ങിൽ വിളിക്കൂ, എന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ആൻഡ് ദാറ്റ്സ് കോൾഡ് റെസ്പോണ്ട് ടൈം. എനിക്ക് അധികം കോൾസും വരുന്നതെന്ന് വെച്ചാൽ റെസ്പോണ്ട് ടൈം എന്ന് പറഞ്ഞാൽ 5 o'clock ശേഷം ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എനിക്ക് ടീം മീറ്റിങ്ങിന്റെ ഒക്കെയാണ് സംഗതികളാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം കൊടുക്കുന്നത് വെച്ചാൽ എൻ്റെ റെസ്പോണ്ട് ടൈം എന്ന് പറയുന്നത് ലൈക്ക് ഈവനിങ്, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം. അപ്പൊ അതെന്താണ്? അതുവരെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം വേണം. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അത് 12 മണിക്കുള്ളിൽ ചെയ്ത് തീരുക, അല്ലെങ്കിൽ 1 മണി 2 മണിക്കുള്ളിൽ അത് തീരണം. മനസ്സിലാണ്? മാക്സിമം 2 o'clock അതിനുള്ളിൽ തീരണം. അപ്പൊ 12 മണിക്കുള്ളിൽ തീർക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും നല്ലത്. ചില ടാസ്കുകൾ നമുക്ക് ടൈം എടുത്തുണ്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് എന്ത് വെച്ചാൽ റെസ്പോൺസ് ടൈം. അല്ലാതെ അവർ ഡിമാൻഡ് ചെയ്യുന്ന ടൈം കൊടുക്കരുത്. ക്ലിയർ ആണോ? നമ്മുടെ ലൈഫിൽ കുറച്ച് ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് നിലപാടുകൾ സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്താലേ കാര്യങ്ങൾ നടക്കൂ. 10 മണിക്ക് നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അത് ഡിമാൻഡ് ചെയ്തേ പറ്റൂ. 10 മണിക്ക് ഉറങ്ങണം. 10 മണിക്ക് ഉറങ്ങുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അതിനുശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞു, കമർജാനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുക 11 മണി 12 മണിക്കാണ്. അതിന് നിങ്ങൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റെസ്പോൺസ് ടൈമാണ്. ഡിമാൻഡിങ് ടൈമാണ്. അവർ ഡിമാൻഡ് ചെയ്യുന്ന ടൈമാണ്. 10 മണിക്ക് ഉറങ്ങാനുള്ളതാണ്, ഉറങ്ങുക. ലൈഫിൽ ഒരു ഷെഡ്യൂൾ കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ട്? ആ ഷെഡ്യൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 മണിയാകുമ്പോഴേക്കും നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങൾ കഴിച്ചിട്ട് 10 മണിക്ക് ഉറങ്ങുക. മാക്സിമം ഇനിയിപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല കേട്ടോ. ഒരു 10-10:30 ആയി വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 11 മണിക്ക് അപ്പുറമൊന്നും ഒരിക്കലും പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ 10:30-ക്ക് അപ്പുറമൊന്നും ഒരിക്കലും പോകരുത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, നേരത്തെ ആരംഭിക്കുക. മനസ്സിലാവുന്നോ? നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, നേരത്തെ ആരംഭിക്കുക ഒരു ദിവസം. അപ്പോൾ നമുക്ക് ദിവസത്തിൽ എന്താ വെച്ചാൽ സമാധാനം ഉണ്ടാവും, ശാന്തതയുണ്ടാവും, ഒരു റിലാക്സേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം ധൃതിയായിരിക്കും. സോറി, വൈകി ഉറങ്ങുന്നു, വൈകി എണീക്കുന്നു, പിന്നെ എല്ലായിടത്തും എത്താൻ. കാരണം ബാക്കിയുള്ളിടത്തൊന്നും ഈ വൈകാൻ പറ്റില്ല. ഓഫീസിൽ വൈകാൻ പറ്റില്ല, ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്ന വൈകാൻ പറ്റില്ല. സോ നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടൈം നേരത്തെയാക്കി കൊണ്ടുവന്നേ പറ്റൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇനി പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ CLR എന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ എന്നുള്ളതിന് CLR. ജസ്റ്റ് കമന്റ് ഓൺ CLR. ഓക്കെ, യെസ്. യൂസ്ഫുൾ ആണോ? ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. USFL എന്ന് കമന്റ് ചെയ്യുക. USFL, യൂസ്ഫുൾ എന്നുള്ളതിന്. ഓക്കെ, USFL. ഞാൻ ഈ പറയിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്.
സോ ഈ രൂപത്തിൽ നമുക്ക് നമ്മളുടെ ലൈഫിൽ വളരെ നല്ല രീതിയിലേക്ക് യൂസ്ഫുൾ ആക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മൾ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ടൈമിന് ഒരു വിലയും കാണില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും. സോ നെക്സ്റ്റ് എന്താണ്? റെസ്പോൺസ് ടൈം പറഞ്ഞു, ഡി ടൈം പറഞ്ഞു അല്ലേ. ആൻഡ് ആഡ് റെസ്പോൺസ് ടൈം ഓൺലി ആഫ്റ്റർനൂൺ. അതാണ് നേരത്തെ പറഞ്ഞത്. ആർ ടൈം എന്ന് പറയുന്നത് റെസ്പോൺസ് ടൈം ആണ്. ഈ റെസ്പോൺസ് ടൈം എന്താണ്? ഓൺലി ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മളത് കൊടുക്കാൻ പാടുള്ളൂ. പരമാവധി ഉച്ചയ്ക്ക് മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം ഉച്ചയ്ക്ക് മുൻപ്. ഹാഫ് ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്ക്, ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ്. അതായത് മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യത്തിനും നല്ല, നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. എമർജൻസി കേസ് ഒഴികെ, ഫാമിലിയുടെ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകും, എല്ലാം എമർജൻസി ആവില്ല, മനസ്സിലാക്കുക. സോ സെറ്റ് യുവർ ടൈം. റെസ്പോൺസ് ടൈം മസ്റ്റ് ബി ലെസ് ദാൻ ദാറ്റ് 3 ബ്ലോക്ക് ടൈം. അതായത് നമ്മൾ നമ്മളെന്താ വെച്ചാൽ റെസ്പോൺസ് ടൈം മസ്റ്റ് ബി ലെസ് ദാൻ 3 ബ്ലോക്ക് ടൈം. അതായത് നമ്മൾ വളരെ കുറച്ച് സമയം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ മാക്സിമം നമുക്കെന്താ വെച്ചാൽ ബ്ലോക്ക് ചെയ്യുന്ന സമയത്തിനെക്കാട്ടിലും ഒരു 3 കാര്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ദിവസം നമ്മൾ റെസ്പോൺസ് ടൈം ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന സംഗതിക്ക് നമ്മൾ എന്തായിരിക്കണം, കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 3 ടാസ്കിനൊക്കെയുള്ള സംഗതികൾ കൊടുക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂടുതൽ കൊടുക്കരുത്. പലരും ആവശ്യപ്പെടുന്ന 3-ലധികം കാര്യങ്ങൾക്കൊന്നും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യരുത്, യെസ് പറയാനോ സംഗതികൾക്കോ കാര്യങ്ങൾക്കോ കൊടുക്കരുത്. 3-ലധികം ഡിമാൻഡുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? ലീഡ് ക്രിയേഷൻ ടൈം ആണെങ്കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ലീഡ് ക്രിയേഷൻ ടൈം ആണെങ്കിലോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആ ചോദ്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സംശയങ്ങളുടെ ചോദിച്ചോളൂ. എനിക്ക് മനസ്സിലായി. കസ്റ്റമർ ക്രിയേഷൻ എന്ന് പറഞ്ഞു തോയ്ബ, എന്താണ് ആ സാഹചര്യം എനിക്ക് മനസ്സിലായില്ല. കസ്റ്റമർ ക്രിയേഷൻ ഒരു റെസ്പോൺസ് ടാസ്ക് ആണോ? നിങ്ങളൊരു ഡിമാൻഡ്, അതെ, നമ്മൾ റിക്വസ്റ്റ്, നമുക്കിപ്പോ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ സാറ് പറഞ്ഞ നമ്മൾ റെസ്പോൺസിന് ഒരു ടൈം കണ്ടെത്തണമെന്ന്, കുറെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ. അപ്പോ നമ്മുടെ ആവശ്യമാണല്ലോ കൂടുതൽ കസ്റ്റമർ എത്താന്നുള്ളത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ അത് രാവിലെ മുതൽ തന്നെ തുടങ്ങണം. ദാറ്റ് ഈസ് യുവർ മേജർ ടാസ്ക്. ഓക്കെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി അല്ലാത്ത ഒരു സംഗതി ആയിട്ടാണ് ഈ ഒരു കസ്റ്റമർ ക്രിയേഷൻ. കസ്റ്റമർ ക്രിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയാണ്, അല്ലെ? അതെ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മോർണിംഗിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഫുൾ ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമായിരിക്കാം. ഇതിനർത്ഥം 12 മണിക്കുള്ളിൽ എല്ലാം തീരണം എന്നുള്ള അർത്ഥമില്ല കേട്ടോ. 2 കാറ്റഗറി ഉണ്ട്. നമ്മുടെ മേജർ ടാസ്കിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളുടെ കോർ ആക്ടിവിറ്റി. ഈ നിങ്ങളുടെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ലീഡ് ജനറേഷൻ ആണ്, അല്ലെ? ആർ യു ഡിജിറ്റൽ മാർക്കറ്റ്? ഡിജിറ്റൽ മാർക്കറ്റ്. അപ്പൊ ലീഡ് ജനറേഷൻ ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഈ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ തന്നെ ചില ആക്ടിവിറ്റികൾ ഉണ്ടാവും. അതായത് അത് കറക്റ്റ് ആയിട്ട് ആ ലീഡ് ജനറേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഫുൾ ജോലി നടക്കണം എന്നുണ്ടെങ്കിൽ, ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൽ നടക്കേണ്ട മിനിമം ചില ടാസ്കുകൾ ഉണ്ട്, അല്ലെ? ക്യാമ്പയിൻ സെറ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ അതിനുവേണ്ട കോണ്ടന്റുകൾ റെഡിയാക്കിയിട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റെഡിയാക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യണം. അത് റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് അതിന് ക്യാമ്പയിനിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണമെങ്കിൽ അത് നടത്തണം. അതിൽ നിന്ന് വരുന്ന റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് ടീമിന് കൊടുക്കണം. പുതിയ ക്യാമ്പയിനുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. സോ
ഇങ്ങനെയുള്ള ടാസ്കിൽ എല്ലാ ദിവസവും രാവിലെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ചില ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകളാണ് ആദ്യം തന്നെ ചെയ്യേണ്ട, നിർബന്ധമായും ചെയ്യേണ്ട. അതായത് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത്, ശ്രദ്ധിച്ചോളൂ, ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട, ഡെയിലി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് ചില ദിവസങ്ങളിൽ എന്തായാലും ചെയ്യേണ്ട സംഗതികൾ ഉണ്ടാകാം. അതിന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ 12 മണിക്കുള്ളിൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? അതെ അതെ. യാ. സോ ഇതിനിടയിൽ 12 മണിക്കുള്ളിൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്ന് വിചാരിച്ചിട്ട് 12 മണിക്കുള്ളിൽ വേറെ ടാസ്കുകൾ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അത് അത് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. അതിന് പുറമെ എന്ന് വെച്ചാൽ ലീഡ് ജനറേഷന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ആൾക്കാർക്ക് ക്ലയൻസ് വരുന്നു, അതിന്റെ റെസ്പോൺസ് കൊടുക്കാൻ നിങ്ങളെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ അത് നിങ്ങൾ ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ മേജർ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലയൻസ് ഒരു മെസ്സേജ് വിടണം. എന്ത്? ഞങ്ങളുടെ ടീം നിങ്ങളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ബന്ധപ്പെടും. എന്നിട്ട് നിങ്ങൾ അവരെ ബന്ധപ്പെടുക, അവർ മെസ്സേജ് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് ശേഷം വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് പോകണം വിത്തിൻ, അല്ലെങ്കിൽ എന്താ പറയുക, 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക്, വൈകുന്നേരം 5 മണിക്കുള്ളിൽ 6 മണിക്കുള്ളിൽ നിങ്ങൾക്കൊരു കോൾ ബാക്ക് ഉണ്ടാകും. അത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാവും, നിങ്ങൾ ഉടനെ തന്നെ ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഒരു മെസ്സേജ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ എന്തായിരിക്കാം, ക്ലയൻസിന് പെട്ടെന്ന് റിപ്ലൈ കിട്ടുമ്പോഴായിരിക്കും, ആ മൊമെന്റിലായിരിക്കും ചിലപ്പോൾ അവർക്ക് നല്ല റിസൾട്ട്, അവർ ചിലപ്പോൾ പെട്ടെന്ന് ക്ലോസ് ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ടാസ്ക് ആ നേരത്തെ ചെയ്യാൻ കഴിയില്ല എന്നാണ് എങ്കിൽ യു നീഡ് ആൻ അസിസ്റ്റന്റ്, ഒരാൾ വേണം. എന്തിന്? ഈ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ. സോ ഗെറ്റ് എ സൊല്യൂഷൻ ഇൻ ദ റൈറ്റ് വേ ആൻഡ് മേക്ക് ഷുവർ തിങ്സ് ആർ റൈറ്റ്. അത് കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ. സോ that is the one thing. Okay, ആഡ് റെസ്പോൺസ് പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ചോദ്യം ചോദിച്ചത്. നെക്സ്റ്റ് എന്താണ്? റെസ്പോൺസ് ടൈം മസ്റ്റ് ബി ലെസ് ദാൻ 3. ഓക്കെ, പറഞ്ഞു. നെക്സ്റ്റ്, ഓൾവേസ് റിമെമ്പർ, ഒരു കോട്ട് വായിക്കുകയാണ്. ഓൾവേസ് റിമെമ്പർ യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. ജോർജ് ലൂക്കസ് എന്ന് പറയുന്ന വലിയ തോട്ട് ലീഡർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ്. ഓൾവേസ് റിമെമ്പർ യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണോ അത് തീരുമാനിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഫോക്കസ് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഫോക്കസ് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസുകളെ കുറിച്ച് പറയാം. ഒന്ന്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുള്ള ഫോക്കസ്. രണ്ടാമത്, നമ്മുടെ ചിന്തകളിലുള്ള ഫോക്കസ്. ജോലി ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏതെല്ലാം ടാസ്കുകൾ ഞാൻ ചെയ്തു ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നു. രണ്ടാമത്, നമ്മുടെ ചിന്തകളിൽ എന്താണ് നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഞാൻ ടാസ്ക് ചെയ്യുമ്പോൾ ഏതെല്ലാം ടാസ്കുകൾ ഞാൻ ചെയ്തു പോകുന്നു, അതാണ് നിങ്ങളുടെ ഫോക്കസ്. രണ്ടാമത്തത് എന്താണ്? ഈ ടാസ്കുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിന് പുറമെ ബാക്കി നിങ്ങൾക്ക് ഒഴിവുണ്ടാകുന്ന സമയങ്ങളിലും നിങ്ങളുടെ ചിന്തകൾ എന്തിനെ കുറിച്ചാണ്. സോ യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും എന്തായിരിക്കണം? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിരിക്കണം. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക, അതിനെക്കുറിച്ച് പ്രയോറിറ്റി കൊടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ബിക്കോസ് ദാറ്റ് വിൽ ക്രിയേറ്റ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ ഫോക്കസ് എന്താണ് അത് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അവയർനെസ്സിൽ, നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ, ചിന്താ മണ്ഡലത്തിൽ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട കാര്യത്തെക്കുറിച്ചാണോ വേണ്ടാത്ത കാര്യത്തെക്കുറിച്ചാണോ? എപ്പോഴും നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കുകളെ കുറിച്ച്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ നേടാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ബെറ്റർ ലൈഫിനെ കുറിച്ച്, നിങ്ങൾക്ക് തീർക്കാനുള്ള ലയബിലിറ്റീസിനെ കുറിച്ച്, ആ ലയബിലിറ്റീസ് എങ്ങനെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ പണം സമ്പാദിക്കും എന്നുള്ള സമ്പത്ത് വരുത്തുന്നതിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ദാറ്റ് ഷുഡ് ബി യുവർ ഫോക്കസ്. സോ ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യാം. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. നമ്മൾ ഫോക്കസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. യുവർ ഫോക്കസ് ഡിറ്റർമൈൻസ് യുവർ റിയാലിറ്റി. പലവട്ടം പറഞ്ഞ വേർഡ്സുകളാണ്, പക്ഷെ അതൊന്നുകൂടെ പറയുന്നതിന്റെ റീസൺ എന്താണ്?
നമ്മളിലേക്ക് വീണ്ടും ആ ചിന്ത കൊണ്ടുവരണം. നിങ്ങളുടെ ഫോക്കസ് വീണ്ടും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. I am also trying to teach you and by telling you this to bring back your focus. Next എന്താ? Focus comes from eliminating distractions. എപ്പോഴാണ് നമ്മൾ ഫോക്കസ്ഡ് ആവുന്നത്? ഫോക്കസ്ഡ് ആവുന്നത് നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ്. പലപ്പോഴും ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ റീസൺ എന്താ? നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ചില ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നമുക്കറിയാം അത് വേണ്ട, ആ ബന്ധം നമുക്ക് വേണ്ട, ഓക്കെ, ആ സൗഹൃദ ബന്ധം വേണ്ട, ആ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട. അതിൽ നിന്ന് ചിലപ്പം താൽക്കാലികമായിട്ടുള്ള പ്ലഷർ കിട്ടുന്നുണ്ടാകാം, രസങ്ങൾ കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അറിയാം അത് ശരിയല്ല, അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കാം. സോ ദാറ്റ്സ് എ ഡിസ്ട്രാക്ഷൻ. അതല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ ആണ്, നിങ്ങൾക്കറിയാം ഇത് വേണ്ട. അതിനെ എലിമിനേറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക, കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യുക. ഒരു കാരണവശാലും അത് നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാൻ പാടില്ല. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങളുടെ അപ്പൊ ബ്ലോക്ക് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. മനസ്സിലാവുന്നുണ്ടോ? അത് ഫാമിലി ആണെങ്കിലോ ചോദിച്ചൊരു വിഷയമില്ല. എങ്ങനെ ഞാൻ അതിന് മറുപടി പറയാം? ഇറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അതിന് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയും, അപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റും. അതായത് ഫാമിലി ആണെങ്കിലോ എന്ന് പറയുമ്പോൾ സിംപ്ലി ചോദിക്കല്ലേ, അതായത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ലൈഫ് എന്താണ് വേണ്ടത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ട ലൈഫ് എന്താ? വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് യു വാണ്ട്? അപ്പൊ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ അത് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന, നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് കൊടുക്കുന്ന കാര്യമാണ്. മറ്റൊരു ഡിസ്ട്രാക്ഷൻ അല്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഡിസ്റ്റർബൻസ് ആണോ ഡിസ്ട്രാക്ഷൻ ആണോ? ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സുഖമുണ്ട്, എന്തോ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, രസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകണം. ഓക്കെ, അതാണ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. ഇപ്പൊ ടി വി പഠിച്ചുകൊണ്ടിരിക്കുന്ന, എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പണ്ട് കാലങ്ങളിലൊക്കെ പറയുന്നതാണല്ലേ ടി വി അവധി പഠനകാലം ആകുമ്പോഴേക്കും കേബിളൊക്കെ കട്ട് ചെയ്യുന്ന ഡിസ്ട്രാക്ഷനാണ്. കാരണം ആ കുട്ടിക്ക് അതിൽ നിന്ന് എന്തോ കിട്ടുന്നുണ്ട്, അതിലേക്ക് ഓട്ടോമാറ്റിക്കലി താല്പര്യം. നമുക്ക് താല്പര്യം തോന്നുന്ന, ഓട്ടോമാറ്റിക്കലി താല്പര്യം തരുന്ന, ഇൻട്രസ്റ്റ് വരുന്ന സംഗതികളാണ് നമ്മൾ എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് പരിഗണിക്കുന്നത്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് കളയാം. ഡിസ്റ്റർബൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡിസ്റ്റർബൻസ് വേറെയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങളുടെ ഇമോഷണൽ ഇന്റൻസിറ്റി വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഇത് മറികടക്കാം. അത് ഇപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയാനുള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ആയി വരും. ഡിസ്ട്രാക്ഷൻസ് എന്താണ്? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന പ്ലഷേഴ്സ് ആണ്. പെട്ടെന്ന് സന്തോഷം ലഭിക്കുന്ന, സുഖം ലഭിക്കുന്ന, താൽക്കാലികമായ സംഗതികൾ ലഭിക്കുന്ന, അതിനോട് എന്ത് ചെയ്യണം? അത് എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഫോക്കസ് വൃത്തിയാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എത്ര ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും? ഒന്ന് കമന്റ് എഴുതിയേ. ഉണ്ടോ ഇല്ലയോ? ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, മനസ്സിലാവുന്നുണ്ടോ? ചില അൺനെസസറി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ്, സംഗതികള്, കൂട്ടുകെട്ടുകള് ഡിസ്ട്രാക്ഷൻസ് ആണ്. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആക്കി കളയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതെന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇൻസ്റ്റഗ്രാം ഉണ്ടെന്ന് പറയുന്നു, ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? കളയണം. കൂട്ടുകെട്ടുകളുണ്ട്, കളയണം, റിമൂവ് ചെയ്യണം. സോ അത് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഒന്നും കൂടെ സ്ട്രോങ്, യു വിൽ ബി ഫോക്കസ്ഡ് മോർ. അടുത്ത എന്താ ഫോക്കസ് ചെയ്യാനുള്ളത്? സെറ്റ് ഗോൾസ്. ഫോക്കസ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യണം. പുതിയ ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് ഫോക്കസ് വരും. അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ തന്നെ ഒന്നുകൂടി ഒന്ന് കോഴ്സ് കറക്ഷൻ നടത്തുക, അതിലേക്കുള്ള വഴികൾ, അതിലേക്കുള്ള പ്ലാനുകൾ. അതല്ലെങ്കിൽ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുക, ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്യുക ഗോളുകൾ.
ഒന്നുകൂടെ ബെറ്റർ ആക്കുക. ഓക്കെ, അപ്പൊ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നെക്സ്റ്റ് ആണ് വെൻ യു ഫോക്കസ് ഓൺ പ്രോബ്ലംസ് you will have more problems. When you focus on possibilities, you will have more opportunities. അതായത് ഫോക്കസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ വിഷയം അതാണല്ലോ. നമ്മുടെ ഫോക്കസ് കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മറിച്ച് നമ്മൾ എന്ന് വെച്ചാൽ വെൻ യു ഫോക്കസ് ഓൺ പോസിബിലിറ്റീസ്, സാധ്യതകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ you will have more opportunities. നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാം, വെൻ യു ബിലീവ്, വെൻ യു ഫോക്കസ് ഓൺ മിറക്കിൾസിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. സോ ബി കെയർഫുൾ വേർ യു ആർ ഫോക്കസിങ് ഓൺ. നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കെയർഫുൾ ആവും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ വേർ ആർ യു ഫോക്കസിങ്? വെൻ യു ഫോക്കസ് ഓൺ പ്രോബ്ലംസ്, യു വിൽ ഹാവ് മോർ പ്രോബ്ലംസ്. When you focus on possibilities, you will have more possibilities. നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ പ്രോബ്ലത്തിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? നമുക്ക് ഈ പ്രശ്നമുണ്ട്, നമുക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി പോസിബിലിറ്റീസിലേക്ക്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും, പോസിബിലിറ്റീസിലേക്ക് ചിന്തിക്കാം. യെസ്. അപ്പോൾ കറക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ പോസിബിൾ എന്താണ്, നമുക്ക് എവിടെയൊക്കെ നമ്മൾ നോക്കുന്നത് അതാ നമ്മൾ കാണും. ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ടാർഗറ്റ് വണ്ടി ആക്സിഡന്റ് ആവുന്നതിൽ പറയുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു അപകടം. അതായത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വാഹനം, ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പൊ അതിൽ നിന്നാണ് എന്താ വെച്ചാൽ ടാർഗറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉള്ളത് മനസ്സിലാക്കിയത്. അതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലിക്കബിൾ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് വീഡിയോയിൽ പറയുന്നത്, ഒരാളൊരു ബൈക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, നേരെ പോകുന്നു. ഇങ്ങനെ പോകുന്നതിനൊരു വളവ് എടുക്കുന്ന സമയത്ത് അയാൾ വീശി ഇങ്ങനെ ഓടിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട്, ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിന് ചെന്നിട്ട് ഈ വണ്ടി എന്നിട്ട് ഇടിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഇടിക്കല്ല. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തിരിക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്, പക്ഷെ നേരെ പോയിട്ട് ഇടിക്കുകയാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ ആ വളവ് തിരിഞ്ഞ് അങ്ങ് വരുന്ന സമയത്ത് കാണുന്നത് കാറാണ്. അദ്ദേഹത്തിന്റെ ഫോക്കസ് എങ്ങോട്ട് പോയി? കാണുന്നത് ഒരു അപകടമാണ് അദ്ദേഹം കാണുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, ഒരു കാറാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണ് അതിൽ ഫിക്സ്ഡ് ആയി. മനസ്സിലായോ? ടാർഗറ്റ് ഫിക്സ്ഡ് ആയി. ഇറ്റ്സ് കോൾഡ് ടാർഗറ്റ് ഫിക്സേഷൻ. അപകടങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ടാർഗറ്റ് ഫിക്സേഷൻ ആണ്. നമ്മളൊരു വളരെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ, ടാർഗറ്റ് ഫിക്സേഷനെ കുറിച്ച് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഉടനെ അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെ, അദ്ദേഹം നോക്കേണ്ടിയിരുന്ന അവിടേക്കല്ല, എവിടെ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് അയാളെ നോക്കുകയും അയാൾ ചിന്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സ്പ്ലിറ്റ് സെക്കൻഡ്സിനുള്ളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ വഴിയിലേക്ക് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോക്സിങ്ങിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇടികൊള്ളും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇടികൊള്ളും ഉറപ്പാണ്. മറിച്ച് അവിടെ എന്ന് വെച്ചാൽ ഈ ഇടി കൊള്ളുന്നതിൽ നിന്ന് എങ്ങനെ മാറാന്നാണ് ഇവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബോക്സിംഗിൽ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇടി വരുന്ന സംഭവമാണ്. എവിടെ നിന്ന് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഇവൻ ഏത് സൈഡിലൂടെ വീശെന്ന് പറയാൻ പറ്റില്ല. അപ്പം പലപ്പോഴും എന്താ വെച്ചാൽ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അവര് ഞാൻ ഈ ബോക്സിംഗ് വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പം അതിലൊക്കെ എപ്പോഴും എന്താ വെച്ചാൽ പ്ലേ വിത്ത് യുവർ ലെഗ്സ് എന്ന് പറയുന്നത്, ഡാൻസിങ്. അവരെന്ത് വെച്ചാൽ കാലുകൾ കൊണ്ട് പ്രത്യേക രീതിയിൽ മൂവ് ചെയ്ത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കും. അത് പ്രത്യേക സ്കില്ലാണ്. ഓക്കെ, അപ്പൊ ഫുട് വർക്ക് എന്ന് പറയും. അവർ കാലുകൾ കൊണ്ടെന്ന് വെച്ചാൽ ഈ ബോക്സിംഗിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കൈ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും, പക്ഷെ കാലിന് ഭയങ്കര റോളാണ്. നിൽക്കുന്ന അവിടുന്ന് അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവന്റെ ഈ ഒരു ഇടി വരുന്ന സമയത്ത് അത് എനിക്ക് നേരെയാണ് വരുന്നത്, ഇനി എനിക്ക് മാറാൻ കഴിയില്ല എന്നുള്ളൊരു മൈൻഡ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായി ഇടി കിട്ടിയിരിക്കും. അതിന് മറിച്ച് എവിടെ എനിക്ക് ഏതിലൂടെ മാറാം, എങ്ങനെ മാറാം, ഇങ്ങനെ മാറാം, അങ്ങനെ മാറാം എന്നുള്ള രീതിയിൽ ആ മാറുന്നതിലേക്ക് ഇയാൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന പറയാം. അപ്പൊ എപ്പോഴും നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അതിനനുസരിച്ച്. ടാർഗറ്റ് ഫിക്സേഷൻ ഞാൻ പറയില്ല, ആക്സിഡന്റിൽ സംഭവിക്കുന്ന വെച്ചാൽ അയാളുടെ മൈൻഡ് എന്തായി,
എന്റെ വണ്ടി എന്തായാലും ആക്സിഡന്റ് ആകാൻ പോവാണ്, ഇനി എനിക്ക് രക്ഷയില്ല, നേരെ അയാൾ ആ കാറിലോട്ട് തന്നെ നോക്കും. മറിച്ച് അയാൾ ഈ സൈഡിലോട്ട് നോക്കിയിരുന്നെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ആ സൈഡിലേക്ക് പോയേനെ, അയാൾ തിരിച്ചേനെ. പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ചെന്നിടിക്കും, ആ പ്രോബ്ലത്തിൽ ചെന്നിടിക്കും, നിങ്ങൾ മീറ്റ് ചെയ്യും പ്രോബ്ലത്തിൽ. If you focus and think about problems, you will go and meet with problems. ലൈഫിൽ പ്രോബ്ലംസുമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കും. Yes or no? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പ്രോബ്ലവും ഇന്നല്ലെങ്കിൽ നാളെ നല്ലതിലേക്ക് നമ്മളെ നയിക്കും. എന്തായാലും നമ്മൾ ബെറ്റർ ആവും, രക്ഷപ്പെടണം. അത് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. വൺസ് പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് പ്രോബ്ലം, അല്ലെ? പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോബ്ലം വന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഹൗ ഡു യു അതെങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തെടുക്കുക? ഹൗ ഡു വി ഡു ദാറ്റ്? വി ഡു ഇറ്റ് ബൈ ഡൂയിങ് ദ റൈറ്റ് വേ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് വെച്ചാൽ കാര്യങ്ങളെ ഫോക്കസ് ഓൺ യുവർ സൊല്യൂഷൻസ്. എന്ത് സൊല്യൂഷൻ ഉണ്ട്? നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സേഷൻ നടക്കേണ്ടത് എവിടെയാണ്? സൊല്യൂഷനിലേക്ക്. നിങ്ങൾ എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് നോക്കുക? എവിടെ വഴിയുണ്ട്, എവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എവിടെ പോസിബിലിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്. ഫോക്കസ് ഓൺ മിറക്കിൾസ്. മിറക്കിൾസിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മിറക്കിൾസ് സംഭവിക്കുന്ന കാണാം. എൻ്റെ ലൈഫിൽ മിറക്കിൾസ് സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ അത്ഭുതകരമായിട്ട്, മാന്ത്രികമായിട്ട്, വളരെ മാജിക്കലി എൻ്റെ ലൈഫ് ചേഞ്ച് ആകും, മിറക്കിൾസ് സംഭവിക്കും എന്ന് വിശ്വസിച്ച് നോക്ക്. അതിൽ തന്നെ ചിന്തിച്ച് നോക്ക്. മിറക്കിൾസ് വിൽ ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ എളുപ്പം വരും. എല്ലാം എളുപ്പമാണ്. എനിക്ക് എളുപ്പത്തിലൂടെ എൻ്റെ ജീവിതം ബെറ്ററായി മാറുന്നു എന്നുള്ള അഫർമേഷൻസ് കൊടുത്തു നോക്കൂ. എൻ്റെ ജീവിതം സുന്ദരമായി മാറുന്നു. ഓരോ ദിവസവും എനിക്ക് നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്, നല്ല അവസരങ്ങളാണ്. എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിൽ പോലും നമ്മൾ മനഃപൂർവ്വം ആ പ്രയാസത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, എനിക്ക് പ്രയാസമാണല്ലോ എന്ന് ചിന്തിക്കാതെ അതിൽ നിന്ന് പുറത്ത് കടന്ന് മനഃപൂർവ്വം നമ്മളെ ട്രെയിൻ ചെയ്ത് നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം പറയാണ്. നമുക്ക് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ പറയാണ്, അല്ല, എൻ്റെ ലൈഫിലേക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ഞാൻ ബെറ്റർ ആയിട്ട് വരുന്നു, ഞാൻ സ്ട്രോങ് ആവുന്നു, എൻ്റെ ലൈഫിലേക്ക് ഐശ്വര്യം വരുന്നു, സന്തോഷം വരുന്നു, സമാധാനം വരുന്നു എന്ന പോസിറ്റീവ് വേർഡ്സ് കൊടുത്ത് അവസാനം അത് സംഭവിക്കും. അതൊരു അത്ഭുതമാണ്. And that's the power of magic. That's power of focus. നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്തോ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി, അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. Yes or no? ഇപ്പൊ ഫോക്കസ് ഓൺ എ ബെറ്റർ ഹെൽത്ത്, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്. ഫോക്കസ് ഓൺ ഗുഡ് വെൽത്ത്, നല്ല സമ്പത്ത്, ഒരുപാട് സമ്പത്ത്, അതിൽ ഫോക്കസ് ചെയ്യും. ഫോക്കസ് ഓൺ റൈറ്റിംഗ് ദാറ്റ് ബുക്ക് യു ഓൾവേസ് വാണ്ടഡ് ടു റൈറ്റ്. നിങ്ങൾ എഴുതണമെന്ന് ആഗ്രഹിച്ച ആ ബുക്ക്, വായിക്കണമെന്ന് ആഗ്രഹിച്ച ബുക്ക്, അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക. സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലം, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാറ്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ദാരിദ്ര്യമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, കടങ്ങളായിരിക്കും, എന്നാൽ പോലും ഫോക്കസ് ഓൺ ബിക്കമിങ് റിച്ച്, സമ്പന്നനാവുന്നതിന്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, എങ്ങനെയാണ് സാറേ ഇപ്പൊ ചിന്തിക്കാൻ പറ്റുക? കയ്യിൽ നയ പൈസയില്ല, കടമാണ്, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്നോട് പറയാ നിങ്ങൾ വന്നിട്ട് സമ്പന്നനാവുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. എൻ്റെ മുൻപിൽ എന്ത് തെളിവാ ഉള്ളത്? ഈ പറയുന്ന ഡയലോഗ് പറയുന്നത് എന്തുകൊണ്ടാ? കാരണം അയാളുടെ ഫോക്കസ് എവിടെയാണ്? കടത്തിലാണ്, അയാളുടെ പ്രശ്നങ്ങളിലാണ്, അയാളുടെ ബുദ്ധിമുട്ടുകളിലാണ്, അയാളുടെ പ്രയാസത്തിലാണ്. യെസ് ഓർ നോ? അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പോയിട്ടാണ് ഞാൻ പറയുന്നത്, നോ, സമ്പത്ത് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ, സമ്പത്ത് വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങൾ സമ്പന്നനാവുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ഇത് ഞാൻ പറയുമ്പോ
അത് ചിന്തിച്ചേ പറ്റൂ. നിങ്ങൾ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ കടത്തിലുള്ളത്, നിങ്ങൾ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലുള്ളത്, അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്കും പ്രോബ്ലത്തിലേക്കും നോക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ്. നിങ്ങൾ ഏറ്റവും കടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന സമയത്താണ് നിങ്ങളോട് പറയേണ്ടത് എല്ലാം ശരിയാകും, എല്ലാം റെഡിയാകും, എല്ലാം നന്നാകും, എല്ലാം റെഡിയാകും, നിങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ വിശ്വസിക്കേണ്ടത്, മിറക്കിളിൽ വിശ്വസിക്കേണ്ടത്. എപ്പോഴാണോ മിറക്കിളിനെതിരായിട്ട് നിങ്ങളുടെ ലൈഫിൽ ദുരന്തവും പ്രയാസവും ബുദ്ധിമുട്ടും എപ്പോഴാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിറക്കിളിൽ വിശ്വസിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ട്? അതപ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതിയോ? പോരാ, എല്ലായ്പ്പോഴും മിറക്കിളിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ മിറക്കിൾസ്. മിറക്കിളിൽ വിശ്വസിച്ചോളൂ, മിറക്കിൾ സംഭവം. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു? ചെറുതിൽ വിശ്വസിച്ചാൽ ചെറുത് സംഭവിക്കും. പ്രാക്ടിക്കാലിറ്റിയിൽ വിശ്വസിച്ചാൽ പ്രാക്ടിക്കാലിറ്റി സംഭവിക്കും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്ന പ്രാക്ടിക്കാലിറ്റി, അത് സംഭവിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? വലിയതിൽ ഫോക്കസ് ചെയ്ത് നോക്ക്. വലിയ സമ്പൽ സമൃദ്ധിയിൽ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നത്, കാണുന്നത് ഫോക്കസ് ചെയ്ത് നോക്ക്. ദാറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. സമയമാണ്. ആ കറക്റ്റ് ഒരാളെ കണ്ടെത്തിയാൽ മതി, ആ ഒരു വ്യക്തിയെ കണ്ടാൽ മതി, ആ ഒരു സമയം എടുത്താൽ മതി. അതിനുള്ളിൽ അതെല്ലാം റെഡി ആയിട്ട് വരും. എവറിത്തിങ് വിൽ ഹാപ്പൻ ബ്യൂട്ടിഫുള്ളി. സോ ഡോണ്ട് വറി, ഇറ്റ് വിൽ ഹാപ്പൻ ബ്യൂട്ടിഫുള്ളി. The thing is, you trust the process. യൂണിവേഴ്സിനെ വിശ്വസിക്കുക, പ്രോസസ്സിൽ വിശ്വസിക്കുക, ബിലീവ് ഇൻ മിറക്കിൾ. എല്ലാം റെഡി ആയിട്ട് വരും, എല്ലാം റെഡി ആയിട്ട് വരും, എല്ലാം റെഡി ആയിട്ട് വരും. യു വിൽ ബി ഫൈൻ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇത് ചിന്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഹീലിംഗ് ചെയ്യാത്തത് കൊണ്ടാണ്, നമുക്ക് ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രിഗറായി പോകുന്നു. എന്തിലേക്ക്? നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചിന്തിച്ചു പോകുന്നു. അത് അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മിറക്കിൾസിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ലോജിക്കൽ മൈൻഡാണ്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഡൗൺ ആയി പോകുന്നു. എത്ര ശ്രമിച്ചിട്ടും പലപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, മിറക്കിൾസിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രയാസങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മേ ബി ചിലപ്പോ നിങ്ങൾക്ക് ഇതൊരു ട്രോമ റെസ്പോൺസ് ആയിരിക്കാം. അതായത് ട്രോമ ട്രിഗർ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ട്രാക്ക് തെറ്റി പോകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിശ്വസിക്കാൻ, പക്ഷെ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം. യു ഹാവ് ട്രോമാസ് ടു. ആ ട്രോമ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്യൂരിറ്റി നേടണം. അത് നേടിക്കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ എത്തും. മനസ്സിലാവുന്നുണ്ടോ? ആ കറക്റ്റ് സംഗതിയിലേക്ക് നിങ്ങൾ എത്തും. യു വിൽ റീച്ച് ദെയർ. അതിനാണ് നമ്മൾ 20-ാം തീയതി നമ്മുടെ അടുത്ത ബാച്ച് വരുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ കോഴ്സ് നടത്തുന്നത്. ആ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. ഒരുപാട് ആൾക്കാർ പ്രോഗ്രാമിൽ വന്നിട്ട് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടതാണ്. അതിന്റെ ടെസ്റ്റിമോണിയൽസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടി, എനിക്കും റിസൾട്ട് കിട്ടിയ കാര്യമാണ്. സോ യു കം ആൻഡ് ലെറ്റ്സ് ബിലീവ് ഇൻ ദിസ് മിറക്കിൾ. മിറക്കിളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മിറാക്കുലസ് ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ, ബ്യൂട്ടിഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കണം. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിലീവ് ഇൻ മിറക്കിൾസ് ആൻഡ് കം ടു ദ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ബുഷൈന ഉണ്ട് ആൻഡ് മെനി അതർ പീപ്പിൾ. ചാലഞ്ചസ് ഉണ്ടാകാം, പക്ഷെ വി വിൽ എന്ത് ചെയ്യും? പതിയെ പതിയെ അതിൽ നിന്ന് പുറത്ത് കിടക്കും. ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷൻ ഇന്ന് അവസാനിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഫോക്കസ് ക്ലാസ് ആയിരുന്നു. പവർഫുൾ ആയിരുന്നു. കേൾക്കാമോ? കേട്ടില്ല. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇന്നത്തെ സെഷൻ പവർഫുൾ സെഷൻ ആയിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ഞാൻ ഇന്നലെ ഇപ്പോ ടൈമിന്റെ പ്രശ്നമായിരുന്നു ഹീൽ ചെയ്തത്. ശരിക്കും ആ ക്ലാസ് തന്നെയാണ് ഇന്ന് മുമ്പിലേക്ക് വന്നത്. അതിനാണ് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ് ആണ് പിറ്റേന്ന് വരുന്നത്.
അതാണ് Okay. ലൈക്ക് മിറക്കിൾസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. വളരെ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും സമാധാനമുള്ള സന്തോഷമുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ അനുകൂലമായി വരും. മിറക്കിൾസ് എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. ഇന്നലെ എനിക്കൊരു കൈക്ക് ഒരു മുറി പറ്റി സാറേ. ഞാൻ പെട്ടെന്ന് നമ്മളെ ടാപ്പിംഗ് അത് മുറി അടച്ചു വെച്ചോണ്ട് ടാപ്പിംഗ് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മുറി അങ്ങനെ കൂടിപ്പോയി. ശരിക്കും മിറാക്കിളാ സംഭവിച്ചത്. കാരണം വേറെ മുമ്പാണെങ്കിൽ എനിക്കിപ്പോ ഡോക്ടറെ അടുത്ത് അന്നപ്പോ പോകേണ്ടത് അത്യാവശ്യം ചെറിയതല്ല, അത്യാവശ്യം ഒരു വലിപ്പമുള്ള മുറിയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ടൈപ്പ് ശരീരമല്ല. പക്ഷെ ഇത് പെട്ടെന്ന് ഹീലായി എന്നാ പറയുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു, വെരി ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ എന്റെ തന്നെ കിളി പോയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സംഗതികൾ എന്താ വെച്ചാല് മിറക്കിൾസ്, ഞാൻ പറയുന്നില്ല, യു ബിലീവ് ഇൻ മിറക്കിൾസ്. ഇത് മാമിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പലപ്പോഴും മിറക്കിൾസ് ആർക്കാ സംഭവിക്കാന്ന് അറിയും. മിറക്കിൾസ് സംഭവിക്കുക ദോസ് ഹു ബിലീവ് ഇൻ. ബ്ലൈൻഡ് ആയിട്ട് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മിറക്കിൾസ് അനുഭവിക്കാൻ കഴിയും. അവർക്കത് സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വലിയ റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സന്തോഷം. ഇതെന്താണ് ഏതാണെന്നുള്ളത് ഇതിന്റെ മാജിക് എനിക്കറിയില്ല. എനിവേ, യു എൻജോയ് ദാറ്റ്, അപ്രീഷിയേറ്റ് ദാറ്റ് ആൻഡ് സെലിബ്രേറ്റ് ദാറ്റ് കേട്ടോ. ഉഷാറാവട്ടെ. പലപ്പോഴും പലരുടെയും അസുഖങ്ങൾ ഒറ്റയടിക്ക് മാറിപ്പോകുന്നു. എത്രയോ ആൾക്കാർക്ക് വർഷങ്ങളായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നു. പല മൈഗ്രെയിൻ പോലുള്ള സംഗതികൾ പോകുന്നു. സമാധാനം വരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട് ഉറക്കം തിരിച്ചു കിട്ടുന്നു. പ്രയാസങ്ങൾ നീങ്ങുന്നു. വലിയ വഴക്കും പ്രശ്നങ്ങളും നിരന്തരം വീട്ടിൽ വഴക്കുണ്ടായിരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ വഴക്കുകളൊക്കെ ഇല്ലാണ്ടാകുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് പിന്നീട് എല്ലാവരും മാറുന്നു. വീട്ടിൽ വല്ലാത്തൊരു ചേഞ്ച് വരുന്നു, ഹാപ്പിനെസ് വരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് തിങ്സ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി ആർക്കെങ്കിലും ഇതേപോലെ മിറക്കിൾസോ ഗ്രാറ്റിറ്റ്യൂഡ്സോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ന്യൂസ്. EFT എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ഓരോ ദിവസം ഹീൽ ചെയ്യുന്നതിലൂടെ ഓരോരുത്തരുടെയും ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്കും അത് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മുടെ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞോളൂ. എന്റെ മോൾക്ക് 14 വയസ്സുള്ള മോളാണ്. അപ്പൊ അവൾക്ക് ഈ മുണ്ടിനീര് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടല്ലോ ഇപ്പം, വിണ്ടി വീക്കം. ഓക്കെ. അതുണ്ടായിരുന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ പകരാതെ പോവില്ല എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അപ്പൊ 2 വീക്സ് കഴിയുമ്പോഴാണ് അതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനെ എന്താണ് അങ്ങനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു. എന്തോ ഒരു ഇതുകൊണ്ട് ഇതുവരെ ആർക്കും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെതായ രീതിയിൽ കണ്ടതുകൊണ്ട്. അല്ലെ നമ്മളത് ഫിയർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഫോക്കസിങ്. നിങ്ങൾ എന്ത് ചെയ്തു? ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ നെഗറ്റീവ് എനർജി, റെസിസ്റ്റൻസ് കളഞ്ഞു. അതെ, എനിക്ക് ചെറിയൊരു പെയിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചെവിയുടെ പുറകു സൈഡിൽ നിന്നാ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങിയപ്പോ തന്നെ ഞാൻ അത് ഹീൽ ചെയ്തു. ടാപ്പിംഗ് അറിയോ? ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തു. EFT ടാപ്പിംഗ് പഠിച്ച ആളാണ് അല്ലെ? നമ്മുടെ കോഴ്സ് ചെയ്ത ആളാണ്. ഓക്കേ, വെരി ഗുഡ്. അപ്പോ അക്സെപ്റ്റ് ചെയ്തു, വേദന ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തു. അഥവാ അതിന്റെ വൈറസ് എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കടന്നു പോയിക്കോളും എന്നുള്ള കാര്യം ചെയ്തു. അപ്പൊ പിന്നെ അത് ആ സമയം തന്നെ മാം പറഞ്ഞ പോലെ ആ സമയം തന്നെ എനിക്ക് ആ പെയിൻ അങ്ങ് പോയി എന്നുള്ളതാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ യു ബ്രോക്ക് ദ ചെയിൻ. നിങ്ങൾ ആ ചെയിൻ ബ്രോക്ക് ചെയ്തു അല്ലേ? ബ്രേക്ക് ചെയ്തു. സോ അതാണ് എന്താ വെച്ചാൽ ഇതാണ് മറ്റൊരു മിറക്കിൾ ആണ് കേൾക്കുന്നത്. എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ വാട്ട് എവർ ദാറ്റ് ഈസ് ദേർ. മുന്നേ ആയിരുന്നെങ്കിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇത് പകരും എന്ന് തന്നെ ചിന്തിച്ചിരിക്കുമായിരുന്നു. അതേ സ്ഥാനത്ത് എല്ലാവരുടെയും വായിന്ന് എല്ലാവരും പറയും ഇത് വന്നിട്ടുണ്ടോ എന്നാ പിന്നെ കണക്ക് തന്നെ പറയുമ്പോ ഓക്കെ വരുന്നെങ്കിൽ വന്നോട്ടെ, കുഴപ്പം വന്നു വരികയാണെങ്കിൽ വന്നോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ഇതിന് പുറമെ ടാപ്പിംഗും ചെയ്തു, EFT ടാപ്പിംഗും ചെയ്തു അല്ലെ? അതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനർജി ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയി നിങ്ങളുടെ മെറ്റാബോളിസത്തെ ബാധിക്കാതെ. നമ്മൾ എപ്പോഴാണ് സ്ട്രെസ്ഡ് ആവുന്നത് ആ സമയത്ത് നമ്മുടെ മെറ്റാബോളിസത്തെ ബാധിക്കുന്ന രീതിയിൽ കോർട്ടിസോൾ എക്സസ് ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെടുകയും എക്സസ് ആയിട്ട് അത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ മെറ്റാബോളിസം സ്ലോ ഡൗൺ ആവും, വീക്ക് ആവും. മെറ്റാബോളിസം ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശരീരത്തിൽ വേണ്ട എല്ലാ പ്രോട്ടീൻസും സംഗതികളും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനും എനർജി ഫ്ലോ, അതൊരു
നമ്മുടെ ശരീരത്തിലെ എനർജി ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെറ്റാബോളിസം. സോ ഈ മെറ്റാബോളിസം വീക്ക് ആവാതെ നോക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് ഈ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞപ്പം അവരതിലെന്തായില്ല, കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ അനുവദിച്ചില്ല. അവർ വരുമോ എന്ന് പേടിച്ച് മറ്റുള്ളവരോടൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഇനി അതൊക്കെ വന്നിട്ട് എല്ലാവർക്കും പകർന്നിട്ടേ മാറുള്ളൂ എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് വിഷമിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആകുമ്പോൾ കോർട്ടിസോൾ എക്സസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും, അവരുടെ മെറ്റാബോളിസം വീക്ക് ആവും, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഈ അസുഖം വന്നത് അവരെ ശരിക്കും തകർത്ത് കീഴ്പ്പെടുത്തും, ആ അസുഖമായിട്ട് അവരെ കൊണ്ടുപോകും. അങ്ങനെ ഒരു സാധ്യത അവരുണ്ടാക്കി. എന്തിലൂടെ? അക്സെപ്റ്റൻസിലൂടെ. അക്സെപ്റ്റൻസ് കൊടുത്തു, പിന്നെ സെൽഫ് ലവ് കൊടുത്തു, ടാപ്പിംഗ് ചെയ്തു, ഹീൽ ചെയ്തു, മെറ്റാബോളിസം ഹെൽത്തി ആക്കി നിലനിർത്തി. മെറ്റാബോളിസം അതിനെന്ത് ചെയ്തു? ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കാൻ സഹായിച്ചു. ആ ഇമ്മ്യൂണിറ്റി അതിനെ പ്രതിരോധിച്ചു. ആ അസുഖം അത് ബാധിക്കാതെ പോയി. ഡു യു അണ്ടർസ്റ്റാൻഡ് സയൻസ് ബിഹൈൻഡ് ഇറ്റ്? ക്ലിയർ ആണോ? എനിവേ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, പറഞ്ഞോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ. ഇന്നലെ എന്റെ ഉമ്മ ഷുഗർ പേഷ്യന്റ് ആണ്. കുറച്ച് നോർമൽ ആയി. ഇന്നലെ ചെക്ക് ചെയ്തപ്പോ 480. അപ്പൊ എനിക്ക് വല്ലാത്തൊരിതായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണം മുന്നേ ഞാൻ എന്തൊക്കെയാ ടാപ്പ് ചെയ്തിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പോ 209. ഓക്കെ, 209 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇത് എന്താണ്, ഷുഗർ ആണോ? ഷുഗർ 430 ഉണ്ടായിരുന്നു. അപ്പം വല്ലാതെ ക്ഷീണം ഇതൊക്കെ ബാധിച്ചിട്ട് ടെസ്റ്റിങ്ങിന് അവിടെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അപ്പൊ എല്ലാ ടെസ്റ്റിംഗ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റി. പോയത് ഹാപ്പി ചെയ്തിട്ടാണ് പോയത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഹാപ്പി ഫോർ യു. സീ, അത്ഭുതങ്ങളാണ്. എനിക്ക് അറിയില്ല ഹൗ ഡസ് ദിസ് വർക്ക് ബ്യൂട്ടിഫുള്ളി ആൻഡ് മാജിക്കലി. എനിക്ക് അതിശയം തോന്നണേ. അപ്പൊ ഞാൻ മെഷീന്റെ ധാരാളം എന്തായാലും 100-നൊക്കെ കുറഞ്ഞ ഇതിലെ വ്യത്യാസം വരുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്താലും ഹോസ്പിറ്റലിൽ പോയാലും ഇത് ഇത്രയും ഭയങ്കര വ്യത്യാസം. വെരി ഗുഡ്. 250 വ്യത്യാസം. I'm so happy for you. Keep on doing, keep on tapping. കേട്ടോ? സാർ, ആ പ്ലാൻ ഒന്നുകൂടി പറയാൻ ബിന്ദു മാഡവും എഴുതിയിട്ടുണ്ട്. ഞാൻ ലേശം ലേറ്റ് ആയി കയറാൻ. എന്ത് പ്ലാനാണ് സാർ? വർക്ക് പ്ലാൻ ഒരു ഡെയിലി നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇത് തന്നിരുന്നല്ലോ. ഡെയിലി പ്ലാനിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ബ്രീഫായിട്ട് മതി. എങ്ങനെ? ബ്രീഫായി പറഞ്ഞാൽ മതി. വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് കാണിക്കാം. അതായത് നമ്മളുടെ ഒന്നുമില്ല, സിംപ്ലി പറഞ്ഞ 3-4 പോയിന്റ്സുകൾ പറയാം. ഓക്കെ. നമ്മളുടെ എൻറ്റയർ വീക്ക് ഡേയ്സ് എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഓരോ വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയിൽ അല്ലേ, നമുക്ക് മൺഡേ ഉണ്ട്, ട്യൂസ്ഡേ ഉണ്ട്, വെനസ്ഡേ, തേഴ്സ്ഡേ. ഓരോ വീക്കിലും പ്രധാനപ്പെട്ട ഒരു കോർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയാം, ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകണം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മലയാളികളായിക്കോട്ടെ, ലോകത്ത് എല്ലായിടത്തും ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഹോളിഡേ ടൈമാണ്. സോ സൺഡേ ഇസ് എ ഹോളിഡേ ടൈം എന്ന് പറയുന്ന പോലെ വർക്കിംഗ് ഡേയ്സിലേക്ക് വരുമ്പോഴും ജസ്റ്റ് ജനറലി ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോകാതെ ഈ മൺഡേ എന്തിനുള്ളതാണ്? എല്ലാ മൺഡേകളിലും നിങ്ങൾക്ക് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്തായാലും മൺഡേയിൽ ഈ കാര്യം ഞാൻ ചെയ്തിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി യുവർ ടീം മീറ്റിംഗ്, ഇറ്റ് ക്യാൻ ബി യുവർ മീറ്റിംഗ് വിത്ത് യുവർ എന്തായാലും മൺഡേയിൽ സംഭവിക്കേണ്ട മാർക്കറ്റിംഗ് ടീമായിട്ട് സിറ്റിംഗ്, അല്ലെങ്കിൽ സെയിൽസ് ടീമായിട്ടൊരു സിറ്റിംഗ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ടൊരു സിറ്റിംഗ്. ഞാൻ സാറിന് വേണ്ടിയിട്ട് പറയാം. സോ അങ്ങനെ നമുക്ക് ഒരു മൺഡേയിൽ എന്തായിരിക്കും, അതേപോലെ ട്യൂസ്ഡേയിൽ എന്തായിരിക്കും? ട്യൂസ്ഡേ ഈസ് ട്യൂസ്ഡേ ഏറ്റവും പ്രധാനമായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോർ ആക്ടിവിറ്റി എന്തായിരിക്കും നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പൊ നമുക്ക് കുറേ വർക്കുകൾ ഉണ്ടാകും. ചില വർക്കുകൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ചെയ്തിരിക്കേണ്ടതാണെങ്കിൽ അതിനു വേണ്ടി ഡേയ്സ് അസൈൻ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ടീമുമായിട്ട് മീറ്റിംഗ് ആഴ്ചയിൽ 2 പ്രാവശ്യം നടക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മൺഡേയും വെനസ്ഡേയും എന്തായാലും ബാക്കിയുള്ള എന്ത് നടന്നില്ലെങ്കിലും ഉറപ്പായിട്ടും എന്ത് നടക്കണം? മാർക്കറ്റിംഗ് മീറ്റിംഗുമായിട്ട് മീറ്റിംഗ് നടക്കണം. അതേപോലെ ഫ്രൈഡേ അല്ലെ, ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും ഒരു കാര്യം ഉറപ്പാണ്, ഫ്രൈഡേയിൽ പള്ളിയിൽ പോയേ പറ്റൂ. ആ ഒരു ജുമാ നമസ്കാരം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നു എന്ന് പറയുന്നത്. സോ ആ ഡേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ അല്ലെ, അത്തം 10-ന് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരുവോണം, അത് എന്തിനെ സംബന്ധിച്ചാലും തിരുവോണം അവിടെ ആഘോഷിക്കപ്പെടും, പെരുന്നാൾ ആഘോഷിക്കപ്പെടും. അപ്പൊ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുകയുള്ളതാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം നടക്കണോ, you have to make a schedule, you have to block it in calendar, you have to block your week or monthly days. അടുത്തതാണ് ബ്ലോക്ക് യുവർ ഡേ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
12 മണിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും കോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. ഒരു ദിവസത്തിൽ 12 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ചെയ്തു തീർക്കാൻ പോകുന്ന കാര്യങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 PM നിങ്ങൾ ചെയ്ത് അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. രാവിലെ 5 മണി, രാവിലെ നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക, അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, സംഗതികൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഒരുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 12 മണിക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ടാസ്ക് ചെയ്തു തീർക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെന്താ വേണ്ടത്, നിങ്ങളുടെ ഒരു വീക്ക്ലി പ്രോജക്ട് പ്ലാൻ എന്ത് ചെയ്യണം, എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു വീക്ക്ലി അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ്, ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ലിസ്റ്റ് തയ്യാറാക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വീക്കുകൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് മേജർ ടാസ്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ 12 മണിക്കുള്ളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്തായിരിക്കും, കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ചെയ്തിരിക്കേണ്ട ചില ടാസ്കുകൾ ഉണ്ടാകും, അത് നടക്കൽ നിർബന്ധമാണ്. ടോപ്പ് പ്രയോറിറ്റി ടാസ്ക് 12 മണിക്കുള്ളിൽ ചെയ്യുക. അതിനിടയിൽ വേറെ റെസ്പോൺസ്, അതാണ് അടുത്ത പറയുന്നത്, റെസ്പോൺസ് ടൈം ഫിക്സ് ചെയ്യണം, നോട്ട് ഡിമാൻഡിങ് ടൈം. ആൾക്കാർ ഡിമാൻഡ് ചെയ്യുക ചിലപ്പോൾ 12 മണിക്ക്, അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, സാർ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവരോട് പറയാം 12 മണിക്ക് എനിക്ക് ടാസ്ക് ഉണ്ട്, ഞാനത് ചെക്ക് ചെയ്യാം 12 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 1 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം. റെസ്പോൺസ് ടൈം സെറ്റ് ചെയ്യാം. നിങ്ങൾ റെസ്പോൺസ് ടൈം 3 മണിക്ക് ശേഷം മാത്രമേ കൊടുക്കൂ. ആൾക്കാർക്ക് എല്ലാ സംഗതികളും, അപ്പൊ അല്ലാതെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോ ചോദിച്ചോ അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. വാട്ട് ഹാപ്പൻസ്, ടാസ്ക് ഡിലേ ആവും. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സോ റെസ്പോൺസ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യും. അവർ പറയുന്ന ഡിമാൻഡ് ടൈമിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംഗതികൾ ചെയ്ത് കൊടുക്കുക. ആഡ് റെസ്പോൺസ് ടൈം ഓൺലി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇത്രയും പോയിന്റ്സുകൾ തന്നെയാണ്. ഓക്കെ, ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോവുക. ക്ലിയർ അല്ലേ? യെസ്, പറഞ്ഞോളൂ. ഹലോ, ഹുഷൈന പറഞ്ഞോളൂ. എനിക്ക് കുറച്ച് കാര്യം എന്റെ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ള വെച്ചാൽ, ഞാനിപ്പോ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. സാറിന് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്നിട്ട് ഞാൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു ഭയങ്കര ഇമോഷണലി ബാധിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. കുറച്ച് മക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി മീൻസ് എനിക്ക് ഭയങ്കര എന്താ ഒരു പാനിക് അറ്റാക്ക് വരുന്ന ഒരു രീതിയിലേക്ക് എത്തി. അപ്പൊ ഞാനങ്ങനെ സാറ് ക്ലാസ് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് തോട്ടാണ് ഇതില് എന്നെ ഇങ്ങനെ ഡൗൺ ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതില് ഒരു 4-5 എണ്ണം ഒരുമിച്ച് ഇങ്ങോട്ട് വന്നതായിരുന്നു പ്രശ്നം. അപ്പൊ ഇതില് എന്താടുത്ത് EFT ഹീൽ ചെയ്യേണ്ടത് അറിയാതെ ഞാൻ ആകെ അതും കൂടി ഭയങ്കര ടെൻഷനായി. അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്ത് കാണാൻ ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഹീൽ ചെയ്ത് മാറ്റി, ഞാൻ റെഡിയായി. പക്ഷെ എനിക്ക് അപ്പോഴാണ് റിയലൈസ് ആയത്, ഇപ്പൊ ഈ മെന്റേഴ്സ് ഒക്കെ അന്ന് പറയുമായിരുന്നു ഈ ഫോർഗീവ് ചെയ്യണതും ഹീൽ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് കളയണമെന്ന്. അതുവരെ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ കൊണ്ടു നടന്നത് ഇനിയും പണിയാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ സാറും ടീമും കൂടി ഒരു ടൂള് തന്നിട്ടുണ്ട്, അതെങ്ങനെയാ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഞാന് ഇതെല്ലാ പ്രശ്നങ്ങളും എഴുതി വെച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവണം. ഇപ്പൊ എനിക്കത് ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ മിക്കവാറൊന്നും സാറിന്റെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ ഹീലിംഗ് സെഷനിൽ വരാറില്ല. കാരണം എനിക്ക് തന്നെ ആ ഒരു കണക്ഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോ മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ എനിക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാനും ഹീൽ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ് ഞാനിപ്പോ ഒന്ന് ഡൗൺ ആവുമ്പോ എന്താണ് എനിക്ക്, എന്ത് തോട്ടാണ് എനിക്ക് ഉണ്ടാവുന്നത്, അത് ടാപ്പ് ചെയ്ത് അപ്പൊ തന്നെ കിട്ടുന്നത്, എന്നിട്ട് അപ്പൊ തന്നെ അതിനെ പറയുന്നത്, ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ഭയങ്കര താങ്ക്സ് പറയണേ ഞാൻ. അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നു ഞാൻ ഈ ഹീലിങ്ങിന് പങ്കെടുക്കാതാവുമ്പോ ഇവർക്ക് എന്തെങ്കിലും എന്നോട് ഒരു ഇത് ഉണ്ടാവുമോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് എന്താ വെച്ചാല് ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുക. ആ ഇമോഷൻ കറക്റ്റ് കിട്ടുന്ന ആ ഒരു പറഞ്ഞിരുന്നത് അന്ന് ഒക്കെ അന്ന് അങ്ങനെയായിരുന്നു സാർ. ഇപ്പൊ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തപ്പോഴേ എനിക്കത് കറക്റ്റ് നമ്മളിലേക്ക് എത്തിക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായി ഇപ്പോ.
മനസ്സിലായി, വെരി ഗുഡ്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടതും. നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം പര്യാപ്തരാകും. സാറിനും സാറിന്റെ ടീമിനും ഒരു വലിയ താങ്ക്സ് പറയാം ഞാൻ. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നല്ലൊരു കംഫർട്ടബിൾ ആയി കോൺഫിഡന്റ് ആയി വന്നില്ലേ, ഇപ്പൊ അതിന്റെ ഒരു സ്റ്റേജിലാണ്. പിന്നെ ഇങ്ങനെ പോകുന്നതിനിടയിൽ ചിലപ്പോൾ ഡിസ്കണക്ട് ആയി പോയിന്ന് വരും. അപ്പൊ വേഗം വരിക നമ്മുടെ അടുത്തേക്ക് കേട്ടോ. അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽക്കും സെൽഫ് ലെവലിൽക്കും ഒന്നും കൂടി വരുമ്പോ നമ്മൾ ഒന്നും കൂടി ആ ഒരു പോസിറ്റീവ്നെസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കണക്ഷൻ എപ്പോഴും വേണം എന്നുള്ള ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും, വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. സി, ബുഷൈന അടക്കം ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ, ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് സാറിന്റെ വോയിസിലൂടെ തന്നെ കേൾക്കണം, സാറിന്റെ വോയിസിലൂടെ തന്നെ സംഗതികൾ കേൾക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. സാർ തന്നെ ചെയ്തു തരുമ്പോഴാണ് റിസൾട്ട് എന്നൊരു വേർഡിൽ നിന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മൾ പറഞ്ഞു അല്ലേ, നിങ്ങൾ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഒരു സാധനം കിട്ടും. ഡിവൈൻ കണക്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും, ഹീലിംഗ് കണക്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ലൈറ്റ് വരും. ഇപ്പോ സെൽഫ് സഫിഷ്യൻസി ആയി. അതാണ് പക്ഷേ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ആസ് എ സ്റ്റുഡന്റ്, because this is what I want every one of my students to achieve it. എല്ലാ സ്റ്റുഡൻസും, നമ്മുടെ കോഴ്സിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസും അച്ചീവ് ചെയ്യേണ്ട സ്റ്റേറ്റ് ഇതാണ്. സ്വയം നമ്മളിത് ചെയ്ത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹീൽ ചെയ്യാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഹീൽ ചെയ്യാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഹീൽ ചെയ്യാം. സോ കൺഗ്രാറ്റുലേഷൻ, ഐ എം സോ ഹാപ്പി ഫോർ യു. സോ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആൻഡ് വളരെ മറ്റുള്ള കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും ഇതാണ് പറയാനുള്ളത്. സി, ഡു ഇറ്റ് നൗ. പക്ഷേ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, കണക്റ്റഡ് ആയിട്ട് ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരും കണക്റ്റഡ് ആയിട്ട് നിൽക്കാത്തവരുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു, വളരെ നന്നായിരുന്നു, വളരെ വാല്യുബിൾ ആയുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. സാർ, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ ട്രോമാസ് ഹീൽ ചെയ്യാതെ ഒരാൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക എന്നുള്ളതല്ലേ സത്യം? ട്രോമാസ് ഹീൽ ചെയ്യാതെ ഒരാൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയാ, സാധിക്കില്ല എന്നുള്ളതാണ് ചോദ്യം. അനുഭവിച്ച ട്രോമയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു അനുഭവിച്ചിട്ടുള്ള ട്രോമ അത് ഹീൽ ചെയ്യാതെ അവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇവരുടെ ഈ യാത്ര 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ച സംഗതി ചിലപ്പോൾ 20-30 വർഷമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അച്ചീവ് ചെയ്യുള്ളൂ. കാരണം ആ യാത്രയിലൂടെ, കഷ്ടപ്പാടിലൂടെ ഹീലിംഗ് നടക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഹീലിംഗ് പല രൂപത്തിൽ നടക്കും. ഓക്കെ, നമുക്ക് ഹീൽ ചെയ്ത് ഒറ്റയടിക്ക് തുടച്ച് കളയാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഹീലിംഗ് നടക്കുന്ന വേറെ രൂപത്തിലായിരിക്കും. ഹീലിംഗ് പല രൂപത്തിൽ നടക്കും, പല മെത്തേഡുകളുണ്ട് ഹീലിംഗ്. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, പൂർണ്ണമായിട്ടും ഹീലിംഗ് നടന്ന ഒരാൾക്കാണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര പോസിബിൾ. മനസ്സിലായോ? ഹീലിംഗ് ചെയ്യാത്തവർ ലക്ഷ്യങ്ങൾ നേടില്ല, അല്ലെങ്കിൽ ഹീലിംഗ് ഇതേപോലെ തെറാപ്പി ടാപ്പിങ്ങിലൂടെ തന്നെ ഇരുന്ന് ഹീലിംഗ് ചെയ്താലേ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അത് ചെയ്താൽ എത്രയും പെട്ടെന്ന് എത്താം. ഈ ഹീലിംഗ് ചെയ്യാത്തവർക്ക് എന്താ സംഭവിക്കുക? എത്തുമായിരിക്കും. ഉറപ്പുണ്ടോ? ഇല്ല. കാരണം എത്തിയാൽ തന്നെ അവിടെ നിലനിൽക്കുമോ? അതുറപ്പില്ല. കാരണം എത്രയോ ആൾക്കാർ എത്തിയിട്ട് താഴേക്ക് വീണത് എന്തുകൊണ്ടാ? ഈ ഹീലിംഗ് ഇല്ലാത്തതിന്റെ പേരിലാണ്. കാരണം അവിടേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ എത്തും. വേറൊരാളുടെ സഹായമോ, വേറൊരാളുടെ സപ്പോർട്ടോ, വേറെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ അവിടേക്ക് എത്തും. ഇങ്ങനെയാ പറയാം, നിങ്ങളുടെ ടാലന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് എത്താം. പക്ഷെ നിങ്ങൾ അവിടെ എത്തിയാൽ മാത്രം പോരല്ലോ, അവിടെ നിലനിൽക്കണ്ടേ, അവിടെ സമാധാനം വേണ്ടേ, അവിടെ സുഖം വേണ്ടേ, അവിടെ സന്തോഷം വേണ്ടേ, അത് സ്ഥിരമായിട്ട് നിലനിൽക്കണ്ടേ. ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ. അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ക്ലിയർ ആണോ? ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ യാത്ര ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു ദിവസം ഇന്ന് ചെയ്യാൻ സാധിച്ച സന്തോഷത്തിൽ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. നാളെ മറ്റൊരു സെഷനായിട്ട് കാണാം. വീണ്ടും കാണുന്നതുവരെ see you later. Take care. Thank you so much. Thank you so much.